നമ്മൾ ഇവിടെ തന്നെ വെയിലത്തിട്ട് ഉണക്കിയ ഷിക്കാക്കായും റീത്തയും ചെമ്പരത്തിയുടെ ഇലയും പൂവും നെല്ലിക്കയും എന്ന് തുടങ്ങിയ ഒരു 7ഓളം ഇൻഗ്രീഡിയൻസ് ചേർന്നതാണ് നമ്മുടെ ക്രാഫ്റ്റ് വുമന്റെ ഇല ഹെയർ വാഷ് പൗഡർ. നല്ല രീതിയിൽ തന്നെ കെമിക്കൽസ് ഉള്ള ധാരാളം ഷാംപൂസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള ഷാംപൂസ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടിയിൽ ഒരുപാട് ഡാമേജും ഉണ്ടാകുന്നുണ്ട്. ഇതിനുള്ളൊരു നല്ല സൊല്യൂഷനാണ് നമ്മുടെ ക്രാഫ്റ്റ് വുമന്റെ ഇല ഹെയർ വാഷ് പൗഡർ. നമ്മുടെ ഹെയർ വാഷ് പൗഡർ പാക്കിങ്ങും സ്റ്റിക്കർ ഒട്ടിക്കലും എല്ലാം കഴിഞ്ഞിട്ട് നല്ല കുട്ടപ്പനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെ യൂസ് ചെയ്യാൻ എല്ലാവരും ചോദിക്കാറുണ്ട്. നമുക്ക് നോക്കാം. തൽക്കാലം ഞാനിവിടെ ഒരു മെഷർമെന്റ് കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഡ്രോപ്പറാണ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വെള്ളവും നമ്മുടെ ഹെയർ വാഷ് പൗഡർ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ആവശ്യത്തിന് ഹെയർ വാഷ് പൗഡർ ഇവിടെ മെഷർമെന്റ് കപ്പിലേക്ക് എടുക്കുകയാണ്. നല്ല ഫൈൻ ആയിട്ടുള്ള പൊടിയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ ഡ്രോപ്പർ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. എത്രത്തോളം നമുക്ക് ഇതിൽ പത വരുന്നുണ്ട് എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. ഷാമ്പു പോലെ പതയോ നല്ലോണം പതയോ ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇതൊന്ന് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മെഷർമെന്റ് കപ്പ് എടുത്തുന്നുള്ളൂ. ഇതിന്റെ ആവശ്യമില്ല. നമുക്കൊരു സാധാരണ ഒരു കപ്പ് എടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് പതപ്പിച്ചെടുത്താൽ മതി. നമുക്കിതൊന്ന് കയ്യിൽ കൂടി ഒന്ന് ഇട്ട് നോക്കാം, എങ്ങനെ എത്രത്തോളം ഇതിന് പത വരേണ്ടതെന്ന് നോക്കാനായിട്ട്. കൈയൊന്ന് ജസ്റ്റ് നനച്ച ശേഷം കയ്യിലേക്ക് കുറച്ച് മിക്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ടൈമിൽ അതിന്റെ ഗുണത്തിനോ മണത്തിനോ അല്ലെങ്കിൽ പത ഉണ്ടാകാൻ വേണ്ടിയിട്ടോ നമ്മൾ ഒരു തരത്തിലുള്ള കെമിക്കലുകളും നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നില്ല. നാച്ചുറൽ ആയിട്ട് ഇതിലെ ഇൻഗ്രീഡിയൻസിന് ഉണ്ടാകുന്ന ഒരു പത തന്നെയാണ് നമുക്ക് ഈ പ്രൊഡക്റ്റിന് ഉണ്ടായിരിക്കുക. ഓക്കെ, താങ്ക് യു.